മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കണിംഗ് ഈ ഒരു സിനിമ ഇപ്പം കണ്ട് വന്നിരുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു രക്ഷയില്ലാത്തൊരു ഗംഭീര പടം. അതായത് ഈ ഒരു സിനിമ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വേറെ ലെവലായിട്ടാണ്. വേറെ ലെവൽ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, കിട്ടിലൻ സ്റ്റോറി ലൈൻ, മാരക വിഷ്വൽസ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് എന്ന് വേണ്ട സകലമാന സാധനങ്ങൾ എത്രത്തോളം ഗ്രാൻഡ് ആക്കാവോ, എത്രത്തോളം പീക്ക് ആക്കാവോ അത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. മിഷൻ ഇമ്പോസിബിളിൻ്റെ ഡെഡ് റെക്കണിംഗ് തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ കിട്ടിയ ആ ഒരു സെയിം ഫീലിംഗ് ഞാൻ ആക്ച്വലി ഈ ഒരു സിനിമയെ കണ്ടപ്പോൾ കേട്ടിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്രാഞ്ചൈസിക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച കൺക്ലൂഷനാണ് മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കണിംഗ് എന്ന സിനിമയിലൂടെ ഇവർ കൊടുത്തിട്ടുള്ളത്. സോ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി. നിങ്ങൾ ഈ ഒരു മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസി പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്. കാരണം ആ ലെവലിൽ ഇവന്മാർ എടുത്ത് വെച്ചിട്ടുണ്ട് സാധനത്തിന്. ഇനി ഈ ഒരു സിനിമ പറ്റി കൂടുതലായിട്ട് നോക്കുവാനാണെങ്കിൽ നമ്മുടെ ഇദാൻ ഹണ്ട് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ലാസ്റ്റ് മിഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, ആ ഒരു ക്യാരക്ടർ ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മിഷനാണ്. അത്രയ്ക്കും വലിയ സംഭവങ്ങളാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് നടക്കുന്നത്. നമ്മൾ ഡെഡ് റെക്കണിങ്ങിൻ്റെ ക്ലൈമാക്സിൽ കണ്ട പോലെ തന്നെ ഒരു വലിയ ഗ്രാൻഡ് ഇവൻറ്റിലേക്കാണ് സിനിമ ചെന്ന് എത്തുന്നത്. അപ്പം ഈ തവണ അമേരിക്ക മാത്രമല്ല കാര്യങ്ങളെ ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭൂമിയുടെ ചില ഭാഗങ്ങളോ അങ്ങനെ ഒരു സംഭവമല്ല, ഭൂമിയെ ഇല്ലാണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റിലാണ് നമ്മുടെ ഇദാൻ ഹണ്ട് എന്ന് പറയുന്ന ക്യാരക്ടർ വന്ന് നിൽക്കുന്നത്. അപ്പം ആ ഒരു ക്യാരക്ടർ അവിടുന്ന് എങ്ങനെ ഈ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള മിഷനെ പുൾ ഔട്ട് ചെയ്യും, ഇത്രയും വലിയൊരു ഗ്രാൻഡ് സ്കീമിനെ അദ്ദേഹം എങ്ങനെയാണ് തീർക്കാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു സിനിമ കാണിച്ചു പോകുന്നത്. അപ്പം അതിൽ വരുന്ന ഗവൺമെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ ക്രൂവിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, അതുപോലെ തന്നെ ഈ ഒരു വില്ലന്മാരുടെ ഇൻവോൾവ്മെൻറ്റ്, ഇതിനകത്തൊരു പുതിയ വില്ലനെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് കഴിഞ്ഞ ഡെഡ് റെക്കണിംഗ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാകും എൻറ്റിറ്റി എന്ന് പറയുന്നൊരു സംഭവം ഇതിനകത്തുണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിനൊക്കെ കൊടുക്കുന്ന ഒരു എക്സ്പോഷർ, അല്ലെങ്കിൽ ആ ഒരു സംഭവം ഈ ഒരു വേൾഡിനെ എത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ കാണിക്കുന്ന ഒരു രീതി ഭയങ്കര ഗംഭീരമായിരുന്നു. ഈവൻ നമുക്കും നമ്മളുടെ ഈ ഒരു വേൾഡുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റത്തക്ക രീതിക്ക് ആണ് സംഭവങ്ങളെ കാണിച്ചു പോകുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു കണക്ഷൻ കിട്ടും. പോരാത്തതിന് ഈ ക്യാരക്ടർ മൊമെൻറ്റ് ടു മൊമെൻറ്റ്, അല്ലെങ്കിൽ ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴോ 5 മിനിറ്റ് കൂടുമ്പോഴോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് സിനിമയുടെ ആ ഒരു മൊത്തത്തിലുള്ള ടോൺ തന്നെ ഇങ്ങനെ ഷിഫ്റ്റ് കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വലിയ സംഭവങ്ങളിൽ നിന്ന് അടുത്ത സംഭവത്തിലേക്ക് സിനിമ പോവുകയാണ്. അങ്ങ് തുടങ്ങി, അതായത് ഏറ്റവും ആദ്യം തൊട്ട് സിനിമയുടെ അങ്ങ് ക്ലൈമാക്സ് വരെ ഒരു പോക്കാണ്, ഒരു ബുള്ളറ്റ് ട്രെയിൻ പോകുന്ന കണക്കിന് സിനിമ അങ്ങ് പോവുകയാണ്. നമുക്ക് എവിടെയും ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. നമ്മളെ അത്രയും ഗംഭീരമായിട്ട് പിടിച്ചിരുത്തി അത്രയും ത്രില്ലടിപ്പിച്ച് ചില മൊമെൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ ശരിക്കും ടെൻഷൻ അടിക്കും. ഇതിനകത്തൊരു മുങ്ങിക്കപ്പലിനകത്തൊക്കെ ഉള്ളൊരു സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ എന്ത് ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടാണ് ഇവരെടുത്ത് വെച്ചിരിക്കുന്നതെന്ന് സിനിമ കണ്ടപ്പോൾ തോന്നി. കാരണം ഭയങ്കര ടെൻഷൻ അടിപ്പിച്ച് എന്ത് നെക്സ്റ്റ് സംഭവിക്കും, എങ്ങനെ ഈ ഒരു ക്യാരക്ടർ ഈ ഒരു സംഭവത്തിനെ പുൾ ഔട്ട് ചെയ്യുന്നതൊക്കെ നമ്മളിങ്ങനെ ഭയങ്കര ത്രില്ലടിച്ചിരുന്ന് കാണും. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് സീക്വൻസും ഭയങ്കര ഗംഭീരമായിരുന്നു. അതിൻ്റെ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി ട്രെയിലറിനകത്തൂടെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം അതിനൊക്കെ ഇവർ എടുത്ത് വെച്ചിരിക്കുന്ന രീതി, അതായത് ടെക്നിക്കലി നമുക്ക് എവിടെ ഒരു ഫ്ലോസ് പറയാൻ പറ്റത്തില്ല, അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടാണ് ഈ ഒരു സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർസും എല്ലാ കാര്യങ്ങളും, അതായത് ആകെ മൊത്തത്തിൽ ഈ ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴത്തേനും ഭയങ്കര രസത്തിനിരുന്ന് കാണാം. ഏറ്റവും നല്ലൊരു സൗണ്ട് സിസ്റ്റത്തിൽ ഇരുന്നാണ് ഈ ഒരു സിനിമ ഞാൻ കണ്ടത്. അപ്പോൾ നമുക്ക് ഈ ചെറിയ സംഭവങ്ങൾക്ക് പോലും ഇവർ കൊടുക്കുന്ന ഒരു ഡീറ്റെയിലിംഗ്, ഇപ്പം ഒരു ബീപ്പ് സൗണ്ട് ആണെങ്കിൽ പോലും ആ ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കി തരുന്ന ആ ഒരു എഫക്റ്റ് ഉണ്ട്, അത് ഭയങ്കര ഗംഭീരമാണ്. അങ്ങനെ ടെക്നിക്കലി ഒരു പീക്ക് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ ഒരു സിനിമയ്ക്കകത്തോടെ കിട്ടിയിരിക്കുന്നത്. പോരാത്തതിന് ഇദാൻ ഹണ്ട് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ഫൈനൽ മിഷൻ, അപ്പോൾ ആ ഒരു ക്യാരക്ടറിനോട് നമുക്ക് തോന്നുന്ന ആ ഒരു ഇമോഷണൽ കണക്ഷനൊക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു. അതായത് ആ ഒരു ആളെ ഭയങ്കര ഗംഭീരമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് അവർ കൊണ്ട് പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരിക്കലും ആ ഒരു ക്യാരക്ടറിനെ മറക്കത്തില്ല. അല്ലെങ്കിൽ നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ ലിസ്റ്റിലേക്ക് ഈ ഒരു ഇദാൻ ഹണ്ട് കണ്ടിരിക്കും. ടോപ്പ് 10 തന്നെ കണ്ടിരിക്കും. എൻ്റെ ഒരു ടോപ്പ് 10 ക്യാരക്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ ഞാൻ അങ്ങനെ കൊണ്ട് പ്രതിഷ്ഠിക്കും. കാരണം അതിന് ലെവലിലാണ് ആ ഒരു ക്യാരക്ടറിന് ഇവർ ഈ ഒരു സിനിമയ്ക്ക് അത് എക്സ്പോഷർ കൊടുത്തേക്കുന്നത്. ത്രൂ ഔട്ട് ടോം ക്രൂസിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിനിമ പോകുന്നത്. അദ്ദേഹമാണ് ഈ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള ഒഴുക്കിനെ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ കപ്പിത്താൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ അങ്ങേര് ഈ ഒരു സിനിമയ്ക്കകത്തൂടെ കാണിക്കുന്ന സ്റ്റൺസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില പെർഫോമൻസസ് ആയിക്കോട്ടെ, എന്ത് സാധനം ആയിക്കോട്ടെ, ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് അദ്ദേഹം പെർഫോം ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പം ബെഞ്ചിയുടെ ക്യാരക്ടറിനോടാണെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ഒരു കണക്ഷൻ വളരെ ഗംഭീരമാണ്. അങ്ങനെ പല ക്യാരക്ടേഴ്സിനോടും ഭയങ്കര ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യുന്ന, ഇമോഷണലി നമുക്ക് ഒരു ഇത് തോന്നുന്ന, ഒരു ഫീലിംഗ് ഒക്കെ തോന്നുന്ന ഒരുപാട് സീക്വൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ത്രില്ലടിപ്പിക്കുന്ന, അതായത് സിനിമ ഒരു പരിധി വരെ നമ്മളെ ഇങ്ങനെ ഒരു ബുള്ളറ്റ് ട്രെയിനിൽ ഇരുത്തി കൊണ്ടുപോകുന്ന ഫീലിംഗ് ആണ്. അപ്പം നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മാസീവ് ആയിരിക്കും. ഇത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ ഇതിന് മുന്നേ ഡെഡ് റെക്കണിംഗ് തിയേറ്ററിൽ പോയി കണ്ട സമയത്ത് എനിക്കൊരു മാസീവ് എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയത്. അപ്പോൾ ആ ഒരു സെയിം സംഭവം തന്നെയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നി ഇതിപ്പം ചിലപ്പോൾ ഫോണിലോ അല്ലെങ്കിൽ ഒരു ലാപ്പിലോ ടി-വിയിലോ ഒന്നും കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതിയുടെ പകുതി പോലും എക്സ്പീരിയൻസ് നമുക്ക് കിട്ടത്തില്ല. ഇത് തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ആ ഒരു ക്യാരക്ടറിന് കിട്ടുന്ന ആ ഒരു എക്സ്പോഷറും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് തന്നെ ഫീൽ ചെയ്ത് നമ്മൾ കാണേണ്ട ഒരു ഐറ്റമാണ്. കാരണം ആ ലെവലിലാണ് ഇവർ സംഭവത്തിന് എടുത്ത് വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഈ ഒരു അഭിപ്രായം കാണുമെന്ന് അറിഞ്ഞോടെ, പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ കൊച്ചിലെ തൊട്ട് തന്നെ കണ്ടുവരുന്ന ഒരു ഫ്രാഞ്ചൈസിയാണ് മിഷൻ ഇമ്പോസിബിൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ ഒരു ക്യാരക്ടറിനോടും ആ ക്യാരക്ടർ ചെയ്യുന്ന ചില കാര്യങ്ങളോടും
മിഷൻ ഇമ്പോസിബിൾ, അതായത് ഇമ്പോസിബിൾ ആയിട്ടുള്ള സംഭവങ്ങളെ പുൾ ഔട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഒരു സിനിമയ്ക്കകത്തുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരുപാട് സ്റ്റൺസും കാര്യങ്ങളും ഒരുപാട് മിഷൻസും ഒക്കെ നമ്മുടെ ഈ ഇർദാൻ ഹണ്ട് എന്ന് പറയുന്ന ക്യാരക്ടർ പല സിനിമകളിനകത്തൂടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ക്യാരക്ടറിനോട് ഒരു വല്ലാത്ത അറ്റാച്ച്മെൻറ്റ് തോന്നും. അപ്പം ആ ഒരു അറ്റാച്ച്മെൻറ്റിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു ഫെയർവെല്ല് ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. അതായത് നമുക്ക് അങ്ങ് മനസ്സിലേക്ക് തീർത്ത് പ്രതിഷ്ഠിച്ച് വെക്കാൻ പറ്റത്തക്ക രീതിക്ക് ആ ഒരു ക്യാരക്ടറിനെ അവർ കൊണ്ടുവന്ന് അങ്ങ് വെച്ചിട്ടുണ്ട്. ആ രീതിക്കാണ് ഈ ഒരു സിനിമ ഇവർ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു മൊത്തത്തിലുള്ള, അതായത് ഈ സിനിമ തന്നെ പല മുൻപത്തെ സിനിമകളുമായിട്ട് കണക്ട് ചെയ്ത്, അതായത് ഈ ഡെഡ് റെക്കണിംഗ് മാത്രമല്ല ബാക്കിയുള്ള പല സിനിമകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പം അതിനെയൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയും ഭയങ്കര ഗംഭീരമാണ്. ഞാൻ ഒരുപാട് പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു ഫ്രാഞ്ചൈസിയുടെ ഒരു ആരാധകനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമ മിസ് ചെയ്യരുത്. മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.